നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ജ്ഞാനപ്പാന സത്സംഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൂന്താനം വളരെ ലളിതമായിട്ട് തിരുനാമ മാഹാത്മ്യം, ഈ കലികാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമമാഹാത്മ്യം അറിയേണ്ടുന്നതിൻ്റെയും ഭഗവാന്റെ നാമം കീർത്തിക്കേണ്ടുന്നതിൻ്റെയും പ്രാധാന്യം വളരെ ലളിതമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ജ്ഞാനപ്പാന. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഭക്തന്മാർ, അവർക്കെല്ലാവർക്കും ഈ ജ്ഞാനപ്പാന അറിയാം. നമ്മൾ ഈ ഒരു ജ്ഞാനപ്പാന, ഈ യജ്ഞം ചെയ്യുന്നതിലൂടെ നമ്മളെല്ലാവരും അത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് ജ്ഞാനപ്പാന മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. നാമജപ പ്രചരണത്തിന് വളരെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ജ്ഞാനപ്പാന, അല്ലെ? നാമജപത്തിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന ഭക്തസംഘത്തെയും വൈഷ്ണവന്മാരുടെ സേവനത്തിനെയും വളരെയധികം പിന്തുണയ്ക്കുന്ന ഗ്രന്ഥമാണ് ജ്ഞാനപ്പാന. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പൂന്താനം കർമ്മത്തിന്റെ ഗതിയെക്കുറിച്ച് പറയാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കർമ്മം കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ബന്ധിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം പൂന്താനം പറഞ്ഞു തന്നു. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയേണ്ടത് മുമ്പിനാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കർമ്മത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ വരുന്നത് എന്ന് പറയുന്നതിനായിട്ട് പൂന്താനം ആദ്യം സൃഷ്ടിയുടെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത്? ആദ്യം ഈ ഒരു പ്രപഞ്ചം മഹത്തത്വം അല്ലെങ്കിൽ മഹത് ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വസ്തുവായിരുന്നു. ആ ഒരൊറ്റ വസ്തുവിൽ നിന്നാണ് ഭഗവാൻ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്.
ഭഗവാൻ ഈ പ്രപഞ്ചത്തിനകത്ത് പ്രവേശിച്ച് സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിൽ പോലും ഭഗവാനെ ഒരിക്കലും ആ കർമ്മങ്ങളൊന്നും, സൃഷ്ടി കർമ്മങ്ങളൊന്നും ബാധിക്കുന്നതേയില്ല എന്നും പൂന്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്ന് അവൻ തന്നെ വിശ്വം ചമച്ചുപോയി. ഒരു കർമ്മവും ബാധിക്കാതെ ഭഗവാൻ തന്നെ ഈ പ്രപഞ്ചങ്ങളൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയും. പിന്നീട് വീണ്ടും സംഹാരം നടക്കും. ആ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് തുടർച്ചയായി മാറി മാറി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഭൂത പ്രളീയത, വീണ്ടും വീണ്ടും ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരം നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ സംഹാര സമയത്ത് വീണ്ടും ആ പ്രപഞ്ചം ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോകും. മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത്. മൂന്നും ഈ ത്രിലോകങ്ങളും പാതാള ലോകങ്ങളും ഭൂലോകങ്ങളും സ്വർഗലോകങ്ങളും എല്ലാം തിരിച്ച് ഭഗവാന്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ബാക്കിയുള്ള കുറച്ച് വരികൾ കൂടി വായിക്കാം. മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത്. ഒന്നുകൊണ്ട് ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ളു കർമ്മങ്ങളൊക്കെയും. ഇനിയാണ് കർമ്മങ്ങളെ കുറിച്ച് പൂന്താനം പറയാൻ പോകുന്നത്. അപ്പോൾ കർമ്മത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പൂന്താനം ഈ ഒരു സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾക്ക് ഒന്നുകൊണ്ട് ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ളു കർമ്മങ്ങളൊക്കെയും എന്നുള്ള ആ വരി മുതൽ ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ എന്നുള്ള ആ വരി വരെ വായിക്കാം. അത് വായിച്ചതിന് ശേഷം നമ്മൾക്ക് നോക്കാം. ആരതി ആൻഡ് അഞ്ജലി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. മൂന്നുമൊന്നിലടങ്ങുന്നു പിന്നെയും മൂന്നുമില്ല പോൽ വിശ്വമന്നേരത്ത്. ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടെണ്ണത്രേ ഭേദങ്ങൾ. 2 4 എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമം കർമ്മവും. ബ്രഹ്മവാദിയായി ചേരുമ്പോഴും കർമ്മബന്ധന്മാരെന്നറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കുന്നതോ ഭുവനാന്ത്യ പ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കുന്നതു ബ്രഹ്മവിന്നു മേളുതല്ല നിർണയം. ദിക്പാലന്മാരും ഔവണ്ണമുറു ദിക്കുതോറും തഴച്ചു കിടക്കുന്നു. അല്പപന്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൊക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളോടും നീ മനസ്സിന്റെ പരിപാകവും വന്നു ക്രമത്താലേ നരജാതിയെ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു പോയവർ സ്വർഗത്തിങ്കൽ
മോഹിക്കുന്നു. സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവും വെള്ളമില്ലവർ പരിച്ചോടനീറുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നോര ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീരുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ഡാല കുലത്തിങ്കൾ പിറക്കുന്നു. അസുരന്മാർ സുരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു. അജം ഗജമായി പിറക്കുന്നു, ഗജം ഗജമായിരുന്നു. നരിചത്തു നരനായിരക്കുന്നു, നാരിചത്തുരനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിരുന്ന നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു. ഈരചത്തൊരു പൂജയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിലത്തെ നേടുന്നു കർമ്മങ്ങൾ. ജീവയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിലത്തെ നേടുന്നു ജീവന്മാർ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിൽ ചെറിയുന്നു പൂജിക്കുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്തോരോ കർമ്മങ്ങൾ ഫലം തൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തന്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനുമൊരിടത്തിരുന്നിട്ടു വിറ്റൂണെന്നു പറയും കണക്കിനെ, വിറ്റൂണെന്നു പറയും കണക്കിനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കർമ്മങ്ങൾ പൂവിള നീലമാക്കിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ക്ഷമേ മറ്റെങ്ങും സാധ്യയാ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സത്തരായ ഈശ്വരീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ. ഹരേ കൃഷ്ണ പ്രഭുജി. Hare Krishna. Thank you, Anjali, Arati, and Swapna Mataji. Hare Krishna. Yes. ഇവിടെ പൂന്താനം ആ കർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ച് പൂന്താനം പറയാൻ ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കാൻ ആരംഭിക്കുന്ന വരി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുള്ളത്, ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിഷം ചമച്ചുപോൽ, മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിഷം അന്നേരത്ത്. അതുവരെയാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ പൂന്താനം വളരെ ചുരുങ്ങിയ വരിയിൽ മുഴുവൻ സൃഷ്ടിയെക്കുറിച്ചും സംഹാരത്തിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഭഗവാൻ ഒന്നിലും ബന്ധമില്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഭൂമികൾ, ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നു. 14 ലോകങ്ങളും സൃഷ്ടിക്കുന്നു. പിന്നീട് സംഹാര സമയത്ത് ഈ 3 ലോകങ്ങളും, ഭൂലോകം, അതേപോലെ സ്വർഗലോകം, പാതാള ലോകം, ഈ ലോകങ്ങളെല്ലാം ത്രിലോകങ്ങളും
ഭഗവാനിൽ തന്നെ പോയി ലയിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഈ വരിയിൽ പറയുന്നത്. മൂന്നും ഒന്നിലടങ്ങുന്നു. ആ മൂന്ന് ലോകങ്ങളും, 14 ലോകങ്ങളെ 3 ലോകങ്ങളായിട്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്, അല്ലെ? സ്വർഗീയ ലോകങ്ങള്, ഭൂലോകങ്ങള്, താഴെ അധോലോകങ്ങൾ അല്ലെങ്കിൽ പാതാള ലോകങ്ങൾ. ഈ 3 ലോകങ്ങളും അത് ഒന്നിൽ അടങ്ങുന്നു. വീണ്ടും ഭഗവാന്റെ ശരീരത്തിലേക്ക് തന്നെ കാരണോദകശായി വിഷ്ണുവിന്റെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്ന് പറയും. അതാണ് ഇവിടെ പൂന്താനം പറയുന്നത്. മൂന്നും ഒന്നിലടങ്ങുന്നു. പിന്നെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 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 ഇതേ ചക്രം തന്നെ ആരംഭിച്ചുകൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? ഗീതയിൽ പറയുന്നത് എന്താണ്? ഭൂത്വാ ഭൂത്വാ പ്രളീയതേ എന്നാണ്. ഭൂത്വാ ഭൂത്വാ പ്രളീയതേ, വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും വീണ്ടും നശിച്ചു പോകുന്നു. അതാണ് ഈ ഒരു സൃഷ്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അത് പൂന്താനം പറയുന്നത് പിന്നെയും എന്നാണ്. പിന്നെയും വീണ്ടും വീണ്ടും ഉണ്ടാകും. ഒന്നുമില്ല പോൽ വിഷം അന്നേരത്ത്. ആ സമയത്ത് സംഹാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൗതിക ലോകം മുഴുവൻ ഇല്ലാതാകും. അത് മുഴുവൻ ഭഗവാന്റെ ശരീരത്തിലേക്ക് വീണ്ടും ഒന്നായിട്ട് ചേർന്ന് നിൽക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വരിയാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ഒന്നുകൊണ്ട് ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ളൂ കർമ്മങ്ങളൊക്കെയും. ആ ഒന്നിൽ നിന്നാണ് മുഴുവൻ സൃഷ്ടിയും ഭഗവാൻ നടത്തിയത് എന്ന് നേരത്തെ തന്നെ നമ്മൾ കണ്ടു. ആ ഒന്നിനെയാണ് ഭഗവത്ഗീതയിൽ മഹത് ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഭാഗവതത്തിൽ മഹത് തത്വം എന്ന് പറഞ്ഞിട്ടുള്ളത്, വേദങ്ങളിൽ ബ്രഹ്മം എന്നും പറയുന്നത്. അല്ല, ബ്രഹ്മം കൊണ്ടാണ് സൃഷ്ടി മുഴുവൻ നടത്തിയിട്ടുള്ളത്, ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്. ഗീതയിൽ മഹത് ബ്രഹ്മം എന്നാണ് പറയുന്നത്. മമയോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യ എന്ന് ഗീതയിൽ പറയുന്നു. വേദങ്ങളിൽ ബ്രഹ്മം എന്നാണ് അതിനെ പറയുന്നത്. ആ ഒരു വസ്തുവിൽ നിന്നാണ് ഭഗവാൻ മുഴുവൻ സൃഷ്ടി നടത്തിയിട്ടുള്ളത്. ഒന്നുകൊണ്ട് ചമച്ചൊരു വിശ്വത്തിൽ, ചമയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി നടത്തുക, അല്ലെ? ഒരു പ്രത്യേക വസ്തുവിനെ ഉണ്ടാക്കുന്നതിനെയാണ് ചമയ്ക്കുക എന്ന് പറയുന്നത്. ഒന്നുകൊണ്ട് ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ളൂ കർമ്മങ്ങളൊക്കെയും. 3 തരം കർമ്മങ്ങളേ ഉള്ളൂ എന്നാണ് പറയുന്നത്, പൂന്താനം പറയുന്നത്. ഇതെല്ലാം ഭഗവത്ഗീത അനുസരിച്ച് തന്നെയാണ്. ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഭഗവാനും പറയുന്നുണ്ട് 3 ഗുണങ്ങളാണ് ശരീരത്തിൽ ജീവനെ ബന്ധിപ്പിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. സത്വം രജസ് തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം എന്ന് പറയുന്നു. 14-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവുമാണ് ഒരു ശരീരത്തിൽ ജീവനെ ബന്ധിപ്പിച്ചു നിർത്തുന്നത്. അപ്പോൾ ഓരോ ഗുണത്തിൽ നിന്നും ഓരോ തരത്തിലുള്ള കർമ്മമുണ്ടാകും. ആ കർമ്മങ്ങളാണ് ബന്ധന കാരണം എന്നാണ് ഇവിടെ പൂന്താനം പറയുന്നത്. ഒന്നുകൊണ്ട് ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ളൂ കർമ്മങ്ങളൊക്കെയും. 3 തരം കർമ്മങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. പൂന്താനം ഇവിടെ വേർതിരിക്കുന്നത് പുണ്യകർമ്മങ്ങളായിട്ടും പാപകർമ്മങ്ങളായിട്ടും അതേപോലെ മിശ്രകർമ്മങ്ങളായിട്ടും. സത്വികഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പുണ്യകർമ്മങ്ങളായിരിക്കും, സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ, അതിനെയാണ് പുണ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. പാപകർമ്മങ്ങൾ, തമോ ഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പാപകർമ്മങ്ങളായിരിക്കും. പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. രജോ ഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങള് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ചേർന്ന് വരുന്നതാണ്, അല്ല, അതിനെയാണ് മിശ്രമാം കർമ്മവും എന്ന് പറയുന്നത്. ഇത് 3 പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും മിശ്രമാണെങ്കിലും 3 നമ്മളെ ബന്ധിക്കുന്നത് തന്നെയാണ്. നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതല്ല 3 കർമ്മങ്ങളും എന്നാണ് പറയുന്നത്. 3 ജാതി നിരൂപിച്ചു കാണുമ്പോൾ 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. 3 ജാതി എന്ന് പറയുന്നത് 3 വിഭാഗം. ജാതി എന്ന് പറയുന്നത് വിഭാഗം എന്നാണ് അർത്ഥം, അല്ലെ? 3 വിഭാഗം, 3 തരം കർമ്മം നോക്കുകയാണെങ്കിലും അതിന്റെ റിസൾട്ട് എന്താണ്, അതിന്റെ ഫലം എന്താണ് നിരൂപിച്ചു കാണുമ്പോൾ, അതിനെ പറ്റി പഠിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. നമ്മൾ സാധാരണ പറയാം നമ്മൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നാണ് അല്ലെ പറയാം, അല്ലെ? നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, പുണ്യകർമ്മങ്ങൾ ചെയ്യണം, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയും. പക്ഷെ പൂന്താനം നമ്മൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്
മൂന്ന് കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പുണ്യകർമ്മമായാലും നമ്മളെ ബന്ധിക്കുന്നതാണ്. അതിനൊരു ഉദാഹരണ സഹിതം പൂന്താനം ഇവിടെ വിവരിക്കുകയാണ്. എന്താണ് ഉദാഹരണം? പൊന്നിൻ ചങ്ങലയൊന്നീ പറഞ്ഞതിൽ ഒന്ന് എന്താണ്? പൊന്നിന്റെ ചങ്ങല പോലെയാണ്. സ്വർണം കൊണ്ടുണ്ടാക്കിയ ചങ്ങലയാണ്. പക്ഷെ എന്താണ്? സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അത് ചങ്ങലയാണ്. അത് നമ്മളെ കെട്ടിയിടുന്നതാണ്. എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. സ്വർണത്തിന്റെ കൂടാണ് അല്ലെ ആ പക്ഷിയെ ഇട്ടിട്ടുള്ളത്. ഒരു തത്തയെ പേടിച്ച് ഒരു സ്വർണത്തിന്റെ കൂട്ടിലിട്ടു. നമ്മൾക്ക് കാണുമ്പോൾ നമ്മൾ പറയും ഹായ് നല്ല ഭംഗിയുണ്ട്, സ്വർണത്തിന്റെ കൂടാണ് എന്ന് പറയും. പക്ഷെ പക്ഷിക്ക് എന്താണ് പ്രയോജനം? പക്ഷിക്ക് ഒരു പ്രയോജനം. പക്ഷി സ്വർണത്തിന്റെ കൂട്ടിലാണെങ്കിലും ഇരുമ്പിന്റെ കൂട്ടിലാണെങ്കിലും വെള്ളിയുടെ കൂട്ടിലാണെങ്കിലും അത് കൂട്ടിൽ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ മൂന്ന് കർമ്മങ്ങളും എന്നാണ് പറയുന്നത്. പൊന്നിൻ ചങ്ങലയൊന്നീ പറഞ്ഞതിൽ ഒന്നിരുമ്പ് കൊണ്ടെന്നത്രേ ഭേദങ്ങൾ, രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും. മൂന്ന് കർമ്മവും മൂന്ന് ചങ്ങല തന്നെയാണ്. ഒന്ന് സ്വർണമാണ്, ഒന്ന് മിശ്രമാണ്, ഒന്ന് ഇരുമ്പാണ്. പക്ഷെ മൂന്നും എന്താണ് ചെയ്യുന്നത്? ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ ജീവനെ ബന്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല. മോക്ഷം തരാൻ ഈ മൂന്ന് കർമ്മങ്ങളും പ്രാപ്തമല്ല എന്നാണ് പൂന്താനം പറയുന്നത്. അപ്പോൾ പുണ്യകർമ്മം ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്നാണ് പൂന്താനം പറയുന്നത്. മൂന്ന് കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം, പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്നല്ല പൂന്താനം നിർദ്ദേശിക്കുന്നത്. അതിനുപരിയായിട്ടുള്ള കർമ്മമുണ്ട്. ഗീതയിലും ഭഗവാൻ അത് പറയുന്നത് അല്ലെ. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ചാണ് വേദങ്ങളിൽ പറയുന്നത്, ഗുണങ്ങളെ കുറിച്ചാണ് വേദങ്ങളിൽ പറയുന്നത്. നീ അതിനേക്കാൾ ഉപരിയായിട്ട് വരണം എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താണ്? കാരണം ഗുണസങ്കോസ്യ സത് അസത്യോനി ജന്മസു. അതും ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. 13-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ ഇത് ഭഗവാൻ പറയുന്നുണ്ട്. കാരണം ഗുണസങ്കോസ്യ സത് അസത് യോനി ജന്മസു. ഗുണസംഘം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതോ ഗുണമായിക്കോട്ടെ, സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ ഏത് ഗുണമോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഗുണത്തിനോട് നമ്മൾക്ക് ബന്ധമുണ്ടായി കഴിഞ്ഞാൽ സത് അസദ്യോനി ജന്മസു, നല്ലതോ ചീത്തയോ ആയ അടുത്ത ശരീരം സ്വീകരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അത് ഭഗവാൻ പറഞ്ഞതിന്റെ മലയാളം പതിപ്പാണ് ഇവിടെ പൂന്താനം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പൊന്നിൻ ചങ്ങലയാണ്, ഒന്ന് ഇരുമ്പിൻ ചങ്ങലയാണ്, ഒന്ന് മിശ്രമായിട്ടുള്ള ചങ്ങലയാണ്. മൂന്ന് കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. മൂന്ന് കൊണ്ടും ജീവനെ ബന്ധിച്ചു നിർത്തുന്നു എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു. ഇവിടെ പൂന്താനം പറയുന്നു തളയ്ക്കുന്നു അല്ലെ. എത്ര ലളിതമായിട്ടാണ് പൂന്താനം പറഞ്ഞിട്ടുള്ളത്. സത്വരജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബധ്നന്തി മഹാബാഹോ എന്നാണ് ഭഗവാൻ പറയുന്നത്. നിബധ്നന്തി എന്ന് ഭഗവാൻ അവിടെ പറയുന്നതാണ്. പൂന്താൻ ഇവിടെ പറയുന്നത് എന്ത്? തളയ്ക്കുന്നു. തളയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നിബധ്നന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നത്. പൂന്താനം പറയുന്നു തളയ്ക്കുന്നു. നമ്മളെ തളച്ചിടുന്നതാണ് ഈ മൂന്ന് കർമ്മങ്ങളും. ഇനി ആരൊക്കെയാണ് ഇത് തളച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് പൂന്താനം. നമ്മൾ വിചാരിക്കും ദേവന്മാരൊക്കെ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു അല്ലെ, അവർക്ക് യാതൊരു കർമ്മബന്ധനവും ഇല്ല എന്നാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക. പക്ഷെ പൂന്താനം പറയുന്നത് എല്ലാ ദേവന്മാരും കർമ്മബന്ധത്തിൽപ്പെട്ടിരിക്കുന്നവരാണ് എന്നാണ്. നമ്മൾ പറയുന്ന ഈ 33 കോടി ദേവന്മാര് അവരെല്ലാവരും കർമ്മബന്ധത്തിന് അകത്തുള്ളവരാണ് അല്ല, അവരാരും കർമ്മത്തിൽ നിന്ന് മുക്തരല്ല എന്നാണ് പൂന്താനം ഇവിടെ പറയുന്നത്. ബ്രഹ്മാവാദിയായി ഈച്ചയേറുമ്പോളം കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാൽ. ചിലപ്പോ നമ്മൾ വായിക്കുമ്പോൾ ബ്രഹ്മവാദി എന്ന് വായിക്കും. അല്ല, ബ്രഹ്മവാദി എന്നല്ല, ബ്രഹ്മാവാദിയായി ഈച്ചയേറുമ്പോൾ. ബ്രഹ്മാവ് ആദി, ബ്രഹ്മാവ് മുതൽ എന്നാണ് അർത്ഥം. ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലായവ. നമ്മൾ മരുന്നൊക്കെ വാങ്ങുമ്പോൾ പറയാറുണ്ട് രാസ്നാദി അല്ല. രാസ്നാദി എന്നാൽ രാസ്ന തുടങ്ങിയിട്ടുള്ള മരുന്നുകൾ ചേർത്തിട്ടുള്ളത് എന്നാണ് അർത്ഥം. അതേപോലെ ഇവിടെ ബ്രഹ്മാവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് മുതലായ എല്ലാ ദേവന്മാരും എന്നാണ് അർത്ഥം. ബ്രഹ്മാവിനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ദേവന്മാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മാവാണ് ഏറ്റവും ഉയർന്ന ദേവൻ. ദേവന്മാരുടെയൊക്കെ സൃഷ്ടികർത്താവ് തന്നെ ബ്രഹ്മാവാണ്.
അപ്പോൾ ആ ബ്രഹ്മാവിനെ പറഞ്ഞാൽ പിന്നെ ബാക്കി ദേവന്മാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പൂന്താനം ബ്രഹ്മാവാദിയായി എന്ന് പറയുന്നത്. ബ്രഹ്മാവ് ആദിയായിട്ടുള്ള എല്ലാ ദേവന്മാരും, പിന്നെയോ ഈച്ചയേറുമ്പോളം ഏറ്റവും ഉയർന്ന ജീവനെ കുറിച്ച് പറഞ്ഞു ബ്രഹ്മാവ്. പിന്നെ ഏറ്റവും താഴെയുള്ള ജീവജാലങ്ങൾ, ഉറുമ്പ് വരെയുള്ള ചെറിയ ജീവികൾ വരെ കർമ്മബന്ധന്മാർ എന്നതറിഞ്ഞാൽ അവരെല്ലാവരും കർമ്മബന്ധത്തിൽപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരാരും സ്വതന്ത്രന്മാരായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുക്തി കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദേവന്മാർ പോലും കർമ്മബന്ധത്തിലാണ്. ഒരു ദേവനും നമ്മൾക്ക് മുക്തി നൽകാൻ സാധിക്കുന്നില്ല, അല്ലെ? ബ്രഹ്മാവ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രഹ്മാവ് ഹിരണ്യാക്ഷനോടും ഹിരണ്യകശിപുവിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അമൃതത്വം വേണം, ഞങ്ങൾ ഒരിക്കലും മരിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് ബ്രഹ്മാവ് എന്താണ് പറഞ്ഞത്? ഞാൻ പോലും മരിക്കും, അല്ലെ? എനിക്ക് പോലും ആയുസ് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, ഞാനും വിധിക്ക് അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന് ബ്രഹ്മാവും പറഞ്ഞിട്ടുണ്ട്. ഗീതയിലും പറയുന്നുണ്ട്, അല്ലെ? ബ്രഹ്മാവിനും കൃത്യമായിട്ട് ആയുസ്സുണ്ട്. ബ്രഹ്മാവിന്റെ ആയുസിനെ കുറിച്ച് ഗീതയിലും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. 8ാമത്തെ അധ്യായത്തിൽ 16ാമത്തെ ശ്ലോകത്തിൽ, അല്ലെ? ആരെങ്കിലും പറയാൻ സാധിക്കുമോ? ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന എന്ന് പറയുന്നത്, അല്ലെ? ആ ബ്രഹ്മലോകം മുതൽ പാതാളം വരെയുള്ള എല്ലാ ലോകങ്ങളും വീണ്ടും വീണ്ടും പുനരാവർത്തിയുള്ളതാണ്. ബ്രഹ്മാവിനും ആയുസ്സുണ്ട് എന്ന് പറയും. സഹസ്രയുഗ പര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദു. ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറയുന്നത് സഹസ്രയുഗമാണ് എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം ബ്രഹ്മാവിനും ആയുസ്സുണ്ട്. ആയുസ് തീർന്നു കഴിഞ്ഞാൽ ബ്രഹ്മാവ് മരിക്കും എന്നിവിടെ പറയുന്നു. ബ്രഹ്മാവാദിയായി ഈച്ചയേറുമ്പോളം കർമ്മബന്ധന്മാർ എന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കുകയെന്നതു ഭുവനാന്ത്യ പ്രളയം കഴിവോളം കർമ്മപാശത്തിൽ ലംഘിക്കുകയെന്നത് ബ്രഹ്മാവിനും എളുപ്പല്ല നിർണയം. ബ്രഹ്മാവിനും പറഞ്ഞു വെച്ച കർമ്മങ്ങളുണ്ട്. എന്താണ് കർമ്മം? അദ്ദേഹത്തിന് സൃഷ്ടി നടത്തുക എന്നുള്ളതാണ് കർമ്മം. ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് ബ്രഹ്മാവിന്റെ കർമ്മം. പറയുന്ന പൂന്താനം ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്നതു ഭുവന അന്ത്യപ്രളയം കഴിവോളം, അവസാനത്തെ പ്രളയം. ഒരുപാട് പ്രളയങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് പ്രളയങ്ങൾ ഉണ്ടാവും. ഓരോ യുഗം കഴിയുമ്പോഴും പ്രളയം, മന്വന്തരങ്ങൾ മാറുമ്പോൾ പ്രളയം, അതേപോലെ ബ്രഹ്മാവിന്റെ പകല് കഴിയുമ്പോൾ ഒരു പ്രളയം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രളയങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇവിടെ പറയുന്നത് ഏത് പ്രളയമാണ്? ഭുവനാന്ത്യ പ്രളയം. ബ്രഹ്മാവിന്റെ ആയുസ് തീരുമ്പോഴുള്ള പ്രളയം. അതുവരെ ബ്രഹ്മാവിന് പണിയെടുത്തുകൊണ്ടിരിക്കണം, ജോലി ചെയ്യണം. എന്താണ് ജോലി? ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്നത്. ഭുവനങ്ങളെ സൃഷ്ടിക്കുക, സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുക. രാത്രി കുറച്ച് കിടന്നുറങ്ങാം. രാത്രിയും യുഗസഹസ്രാന്ത ഗീതയിൽ പറയും. രാത്രി യുഗസഹസ്രാന്തം, 1000 യുഗങ്ങൾ ബ്രഹ്മാവിന് രാത്രിയാണ്. അത്രയും സമയം കിടന്നുറങ്ങാം. പിന്നെ പകല് തുടങ്ങുന്ന സമയത്ത് 1000 യുഗങ്ങൾ വീണ്ടും സൃഷ്ടി നടത്തണം. ഭൂത്വാ പ്രളീയത, വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ എത്ര ചെയ്യണം? ഭുവനാന്ത്യ പ്രളയം കഴിവോളം ചെയ്യണം. അവസാനത്തെ പ്രളയം കഴിയുന്നത് വരെ, ബ്രഹ്മാവിന്റെ ആയുസ് തീരുന്നത് വരെ, ബ്രഹ്മാവിന് 100 വയസ്സാവുന്നത് വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കർമ്മപാശത്തെ ലംഘിക്കുന്നതും ബ്രഹ്മാവിനും എളുതല്ല നിർണയം. അപ്പൊ ബ്രഹ്മാവിന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ നമ്മളെക്കാൾ പ്രയാസമാണ്, അല്ലെ? മനുഷ്യന് എത്ര കാലം ജീവിച്ച് ഭക്തി ചെയ്താൽ മതി? ഭഗവാനെ സേവിച്ചാൽ മതി? 100 വർഷം, വളരെ ചുരുങ്ങിയ കാലം അളവാണ്. ബ്രഹ്മാവിന് ആയുസ് മുഴുവൻ ചെയ്യണം, അല്ലെ? അതുകൊണ്ട് ബ്രഹ്മാവിന് അത്ര എളുപ്പമല്ല ഇവിടുന്ന് ആ കർമ്മബന്ധങ്ങളെ ഭേദിച്ച് മുന്നോട്ട് പോവുക, ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന പറയുന്നത് ബ്രഹ്മാവിന് അത്ര എളുപ്പമല്ല എന്ന് പറയുന്നു. ബ്രഹ്മാവിനും എളുതല്ല നിർണയം. എളുതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല, ഈസി അല്ല. മറ്റു ദേവന്മാരുടെ ഉദാഹരണം പിന്നീട് പൂന്താനം പറയുന്നു. ദിക്പാലന്മാരും അവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കും. ദിക്പാലന്മാർ 8 ദിക്കുകളുണ്ട് എന്നാണ് പറയുന്നത്. 4 മുഖ്യ ദിക്കുകളും 4 ഉപ ദിക്കുകളുമുണ്ട്. അങ്ങനെ 8 ദിക്കുകളാണ്. ആ 8 ദിക്കുകൾക്കും ഓരോരോ സാക്ഷികളുണ്ട് എന്നാണ് പറയുന്നത്. മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നോക്കിക്കാണാൻ സാക്ഷികളായിട്ട് അവർക്ക് ഇരിക്കണം.
അത് അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ദിക്പാലന്മാരെ. എല്ലാ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും ദിക്പാലന്മാരെ കാണാൻ സാധിക്കും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദിക്പാലന്മാരെ? കണ്ടിട്ടുണ്ട്. പുറത്താണ് ഉണ്ടാവുക. അമ്പലത്തിന് പുറത്താണ് ഉണ്ടാവുക ദിക്പാലകം. ഗോപുരത്തിന് ഓരോ യെസ്, നമ്മൾക്ക് കൊടിമരത്തിന്റെ ചോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. കൊടിമരത്തിന്റെ ആ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ 8 രൂപങ്ങൾ കാണാം. കൊടിമരത്തിന്റെ ആ ബേസിൽ താഴെ ഓരോ ദിക്കിലേക്കും ഓരോരോ രൂപങ്ങൾ തിരിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും അല്ലെ? അവിടെ ദിക്പാലന്മാര് ഇരിക്കുന്നുണ്ട്. ഓരോ ദിക്കിനും ഓരോരോ ദേവന്മാരാണ് എന്ന് പറയും. കിഴക്ക് ദിക്കിന് ഇന്ദ്രനാണ്. അതിലാണോ ഗുരുജി യമദേവനും പിന്നെ കുബേരനൊക്കെ ഇരിക്കുന്ന ഈ ദിക്പാലകന്മാരിലാണ്? അതെ, അവരൊക്കെ ദിക്പാലന്മാരാണ്. ഓരോ ദിക്കിനും ഓരോ ദേവന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. കിഴക്കിന് ദേവനായിട്ടുള്ളത് ഇന്ദ്രനാണെന്നും, അതേപോലെ തെക്ക് കിഴക്ക് അഗ്നിദേവനും, തെക്ക് ഭാഗത്ത് യമനും, തെക്ക് പടിഞ്ഞാറ് നിർഹൃതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവനാണ്. പടിഞ്ഞാറ് ഭാഗത്ത് വരുണദേവനാണ്. വടക്ക് പടിഞ്ഞാറ് വായുദേവൻ, വടക്ക് ഭാഗത്ത് കുബേരൻ, അതേപോലെ വടക്ക് കിഴക്ക് ഈശാനൻ. ഇങ്ങനെ 8 ദിക്കുകളിലേക്കും ഓരോരോ ദേവന്മാരുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താണ്? മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അവര് സാക്ഷികളാണ്. അവരും സാക്ഷി പറയണം, ഇന്ന വ്യക്തി ഇന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജീവൻ പറയണം, ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ദിക്പാലന്മാരാണ് അതിന് സാക്ഷിയായിട്ടുള്ളത്. ഉണ്ട്, അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നിവർക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് അവരെല്ലാ ദിക്കിലും വ്യാപിച്ചിട്ടുണ്ട്. ഏത് ദിക്കിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇതിലേതെങ്കിലും ഒരു ദേവൻ അവിടെ സാക്ഷിയായിട്ടുണ്ട്. അത് അവരുടെ ഡ്യൂട്ടിയാണ് എന്നാണ് പറയുന്നത്. ദിക്പാലന്മാരും അവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കും. അവർക്ക് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ കർമ്മത്തിൽ നിന്നും മുക്തരായി കർമ്മത്തിന് ഒഴിവാക്കി പോകാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദിക്പാലന്മാരും അവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കും. അപ്പൊ ദിക്പാലന്മാർ എത്ര കാലം അവരുടെ ഡ്യൂട്ടി ചെയ്യണം? ഓരോ മന്വന്തരം കഴിയുന്നത് വരെ അവരുടെ ഡ്യൂട്ടി ചെയ്യണം. ഓരോ മന്വന്തരത്തിലാണ് ഈ ദേവന്മാരൊക്കെ മാറുന്നത് അല്ലെ? ഒരു മന്വന്തരം കഴിയുന്നത് വരെ അവർ കാത്തു നിൽക്കണം. ബ്രഹ്മാവിനാണെങ്കിൽ വലിയ ആയുസാണ്. ദിക്പാലന്മാർക്ക് അത്രയില്ല. ഒരു മന്വന്തര കാലം അവർക്ക് കാത്തു നിന്നാൽ മതി. ഒരു മന്വന്തരം എന്ന് പറയുന്നത് എത്ര കാലമാണ്? കേട്ടിട്ടുണ്ടോ? 1000 എല്ലാം 1000 അല്ല. 1000 ബ്രഹ്മാവിന്റെ പകലാണ്. ബ്രഹ്മാവിന്റെ 12 മണിക്കൂറാണ് 1000 ചതുരയുഗം. 71 വരെ ചതുർയുഗങ്ങൾ. യെസ്, കറക്റ്റാണ്. 71 മുതൽ 72 വരെ ചതുർയുഗങ്ങൾ. അതായത് ബ്രഹ്മാവിന്റെ പകൽ 1000 ചതുർയുഗങ്ങളാണ്. അതിൽ 14 മനുക്കന്മാരാണ് വരുന്നത്. അപ്പോൾ 1000നെ 14 കൊണ്ട് എത്രയാണോ ഡിവൈഡ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത്, അത്രയും ചതുർയുഗങ്ങൾ. 71 പോയിന്റ് സംതിങ് കിട്ടും അല്ലെ? 71 72ന്റെ ഇടയിൽ. അപ്പോൾ 71 ചതുർയുഗങ്ങളാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. ഓരോ മന്വന്തരത്തിലും ഇന്ദ്രന്മാരും, അതേപോലെ സപ്തർഷികന്മാരും, മന്വന്തര അവതാരം മാറും, മനുപുത്രന്മാരൊക്കെ മാറും. ഇങ്ങനെ ദേവന്മാരൊക്കെ ഓരോ മന്വന്തരത്തിൽ മാറും. അപ്പൊ അത്രയും കാലം ഈ ദിക്പാലന്മാർക്കും അവരുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയും. ഈ കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ ഒരു പകലല്ലേ? അതെ, ബ്രഹ്മാവിന്റെ ഒരു പകലാണ് കൽപ്പം എന്ന് പറയാം. കൽപ്പാന്ത പ്രളയം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ പകൽ അവസാനിക്കുമ്പോഴുണ്ടാവുന്ന പ്രളയമാണ്. ഓരോ കൽപ്പം 1000 ചതുർയുഗങ്ങളാണ്. അപ്പോൾ ദിക്പാലന്മാരും അത്രയും കാലം അവിടെ നിൽക്കണം എന്ന് പറയുന്നു. പിന്നീട് ഇനി നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ദേവന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമ്മളെ കുറിച്ചാണ് പൂന്താനം പറയുന്നത്. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ എന്ന് പറയും. അല്പകർമ്മികൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അത്ര ആയുസ്സൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും
നമ്മൾക്ക് കൂടുതൽ ആയുസ്സുണ്ടല്ലോ, 100 വയസ്സ് ആയുസ്സാണ്. നമ്മൾ മറ്റുള്ള ജീവികളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. മറ്റു ജീവികൾക്ക് ആയുസ് കുറവാണ് അല്ലെ. 10 വർഷം ജീവിക്കുന്ന ജീവികള്, 20 വർഷം ജീവിക്കുന്ന ജീവികള്, 1 ദിവസം ജീവിക്കുന്ന ജീവികള്, ഇതിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയുസ് കൂടുതലാണ്, 100 വർഷം. പക്ഷേ പൂന്താനം പറയുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറയുന്നത് ആരുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ്? മറ്റു ദേവന്മാരെയും മറ്റു ലോകത്തിലുള്ള ജീവജാലങ്ങളെയും താരതമ്യപ്പെടുത്തിയിട്ടാണ്. ബ്രഹ്മാവിന്റെ ആയുസ് എത്രയോ വലുതാണ് അല്ലെ, നമുക്ക് മനസ്സിലായി. 1000 ചതുർയുഗം കഴിയണം, 12 മണിക്കൂർ കഴിയണമെങ്കിൽ. അതേപോലെ ദേവന്മാർക്കും വലിയ ആയുസ്സാണ്. ദേവന്മാരുടെ ഒരു പകൽ കഴിയണമെങ്കിൽ തന്നെ എത്ര കഴിയണം? 6 മാസം കഴിയണം. ഉത്തരായണ കാലമാണ് ദേവന്മാരുടെ പകൽ സമയം എന്ന് പറയുന്നത്. ദക്ഷിണായന കാലം 6 മാസം, അതാണ് ദേവന്മാരുടെ രാത്രി സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉത്തരായണ കാലം നല്ലതാണെന്ന് പറയുന്നത്. ദേവന്മാരൊക്കെ ഉണർന്നിരിക്കുന്ന സമയമാണ്. പിന്നീട് പിതൃലോകത്തിലാണെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 14 ദിവസമാണ്. ശുക്ലപക്ഷം എന്ന് പറയും. വെളുത്തപക്ഷം അവിടെ പകൽ സമയമാണ്. കറുത്തപക്ഷം, കൃഷ്ണപക്ഷം അവിടെ രാത്രി സമയമാണ്. അപ്പൊ 1 മാസം എടുക്കും അവർക്ക് ഒരു ദിവസം കഴിയാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 24 മണിക്കൂറുള്ളൂ. 12 മണിക്കൂറേ നമ്മൾക്ക് പകലുള്ളൂ, 12 മണിക്കൂറേ രാത്രി. ചന്ദ്രലോകത്തിൽ 14 ദിവസമാണ് പകൽ, 14 ദിവസമാണ് രാത്രി. ഇന്ദ്രലോകത്തിലാണെങ്കിലോ 6 മാസമാണ് പകൽ, 6 മാസമാണ് രാത്രി. ബ്രഹ്മലോകത്തിലാണെങ്കിലോ 1000 ചതുർയുഗങ്ങളാണ് പകൽ, 1000 ചതുർയുഗങ്ങളാണ് രാത്രി. അപ്പൊ അങ്ങനെ അത് വെച്ചിട്ടുള്ള ആയുസാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള 30 ദിവസം ബ്രഹ്മാവിന്റെ 2000 ചതുർയുഗങ്ങള് ഗുണിക്കണം 30, ഇത്രയാണ് ബ്രഹ്മാവിന്റെ ഒരു മാസം. അതിനെ 12 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു വർഷം, അതിനെ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ആയുസ്. ഇത്രയാണ് ബ്രഹ്മാവിന്റെ ആയുസ് അല്ലെ. ഒരുപാട് പൂജ്യം ഉണ്ടാവും, നമ്മൾക്ക് എണ്ണാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ബ്രഹ്മാവിനെ താരതമ്യപ്പെടുത്തുമ്പോഴും മറ്റ് ദേവന്മാരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴും നമ്മുടെ ആയുസ്, മനുഷ്യന്മാരുടെ ആയുസ് വളരെ കുറവാണ്. ഇനി ഈ ഭൂലോകത്തിൽ തന്നെ നമ്മൾക്ക് 5-ാമത്തെ സ്കന്ധം ഭാഗവതം വായിക്കുന്ന സമയത്ത് മനസ്സിലാവും, ഈ ഭൂമണ്ഡലത്തിൽ തന്നെ വേറെ 6 ദ്വീപുകൾ കൂടിയുണ്ട്. സപ്തദ്വീപുകളിൽ ഒരു ദ്വീപിലാണ് നമ്മൾ ഇരിക്കുന്നത്. ജംബു ദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപിന്റെ ഒരു കോണിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഭൂമിയിൽ ഇരിക്കുന്നത്. ബാക്കി ദ്വീപുകളിലുള്ള ജീവികളെ കുറിച്ചും പറയുന്നുണ്ട്. അവിടെയും വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യന്മാരുണ്ട്, അവർക്കും ആയുസ് കൂടുതലാണ്. 10,000 വർഷം ജീവിക്കുന്ന മനുഷ്യന്മാരാണ് അവിടെയുള്ളത്. സ്വർഗീയ ലോകത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആ ഭൂമണ്ഡലത്തിലേക്കാണ്. അതൊക്കെ നമ്മൾ ഭാഗവതം പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് മനസ്സിലാക്കും. അതൊക്കെ വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്തായാലും അവരെയൊക്കെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് മനുഷ്യന്റെ, ഈ ഭൂമിയിലുള്ള മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. അല്ലെ, 100 വർഷം എന്ന് പറയുന്നത് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകും. ക്ഷണഭങ്കുരം എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ക്ഷണഭങ്കുരം എന്താണ്? ഒരു മിന്നലടിച്ചാൽ എത്ര സമയം എടുക്കും? അത്ര സമയമേ ഉള്ളൂ മനുഷ്യന്റെ ആയുസ്. അതാണ് പൂന്താനമേടെ പറയുന്നത്. അല്പകർമ്മികളാകിയ നാം എല്ലാം, നമ്മളൊക്കെ കുറച്ച് കർമ്മം ചെയ്താൽ മതി, നമുക്ക് നാം എല്ലാം അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ. ഇവിടെ ഈ ഭൂമിയിൽ ശരീരം മാറുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എന്ന് പറയാം. വളരെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ശരീരം മാറുന്നത് ഭൂമിയിലാണ്. ബാക്കിയുള്ള ലോകങ്ങൾ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ശരീരം മാറേണ്ട ആവശ്യമില്ല. ഗർഭപാത്രത്തിൽ പൊക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിന്. ജീവൻ ഓരോരോ ഗർഭപാത്രത്തിലേക്ക് അങ്ങനെ സമയമാകുമ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിയമം കപില ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നു 3-ാമത്തെ സ്കന്ധത്തില് 31-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം. കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോവത്തയേ സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസാം രേതകണാശ്രയ. നമ്മുടെ ഈ ജന്മത്തിലുള്ള കർമ്മം അനുസരിച്ചും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചുമാണ് നമ്മൾ അടുത്തതായിട്ട് ഏത് ഗർഭപാത്രത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതാണ് കർമ്മത്തിന്റെ നിയമം എന്ന് പറയുന്നത്. കർമ്മം കൊണ്ട് കളിക്കുന്നത് ഇങ്ങനെ എന്നാണ് പൂന്താനം പറയുന്നത്. ഗുരുജി ഏതാണ് തൃതീയ സ്കന്ധത്തിൽ 33 യെസ്, 3.31.1 3:31:1.
നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങൾ ഒടുങ്ങി മനസ്സിന്റെ പരിഭാഗവും വന്നു ക്രമത്താലെ നരജാതിയിൽ വന്നു പിറന്നിട്ടു. അപ്പോൾ ഈ മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ ഭഗവാനെ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നരകീയ ലോകങ്ങളിലേക്ക് വീണ്ടും പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. നരകങ്ങളിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങൾ ഒടുങ്ങി മനസ്സിന്റെ പരിഭാഗവും വന്നു. ഇതിൽ ഓരോ വാക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പൂന്താനം ഒരു വാക്കും വളരെ വെറുതെ വ്യർത്ഥമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഓരോ വാക്കും ഭാഗവതത്തിൽ പറയുന്ന ആ ശാസ്ത്രം അനുസരിച്ചിട്ടാണ് പൂന്താനം പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പൂന്താനം പറയുന്നത്? നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങൾ ഒടുങ്ങി. ഒരു മനുഷ്യൻ ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്തില്ല, ഭഗവാനെ സ്മരിച്ചില്ല, ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നില്ല, അല്ലാതെ ജീവൻ പോയി. അപ്പോൾ എങ്ങോട്ട് പോകണം? നരകങ്ങളിലേക്ക് പോകേണ്ടി വരും. അവിടെ പോയിട്ട് ആ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. വ്യത്യസ്ത നരകലോകങ്ങളെ കുറിച്ച് 5-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ആ ദുരിതങ്ങൾ ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. അവിടെ ഒരു ട്രെയിനിങ് പീരീഡ് ആണ് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ്? മനസ്സിന്റെ പരിഭാഗവും വന്നു. മനസ്സിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് നരകങ്ങളിൽ. അല്ലാതെ എല്ലാ പാപങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട്. നരകത്തിൽ പോയാലും എല്ലാ പാപങ്ങളും തീരുന്നില്ല എന്നാണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ഭൂമിയിൽ അടുത്ത ശരീരം എടുക്കാനുള്ള ഒരു ട്രെയിനിങ്, ആ മനസ്സിനെ ക്രമീകരിക്കുകയാണ് എന്ന് പറയും. മനസ്സിന്റെ പരിഭാഗം വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾക്ക് ഈ ഭൂമിയിൽ കാണാൻ സാധിക്കും മോശമായിട്ടുള്ള വസ്തുക്കളൊക്കെ തിന്നുന്ന ജീവികൾ, മാംസം തിന്നുന്ന ജീവികൾ, ചത്ത ജീവിയുടെ മാംസം കഴിക്കുന്ന പുഴുക്കളൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ജഡ ശരീരത്തിൽ ചത്തുകിടക്കുന്ന ജീവികളുടെ ശരീരത്തിൽ നിറച്ചും പുഴുക്കൾ കാണാൻ സാധിക്കും. അവർ ആർത്തിയോടുകൂടി ആ മാംസം, ദുർഗന്ധം വമിക്കുന്ന ആ മാംസം തിന്നുന്നു. അതെങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? അവർക്ക് നരകത്തിൽ വെച്ച് അതിനുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട്. നരകത്തിൽ ഇങ്ങനെ മാംസഭോജനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നരകമുണ്ട്. അവിടെ പോയിട്ട് ഈ ജീവികളെ കൊണ്ട് ഈ മാംസം തീറ്റിച്ച് പഠിപ്പിക്കും. അങ്ങനെ തിന്ന് അതിന് ബോധ്യം വരും ഇതിന്റെ ഭക്ഷണമാണ് എന്ന്. ബോധ്യം വന്നതിന് ശേഷമാണ് ഈ പുഴുവിന്റെ ശരീരം കിട്ടുന്നത്. അതേപോലെ പന്നി നമ്മൾക്ക് കാണാൻ സാധിക്കും. പന്നി മലം വളരെ ആർത്തിയോടുകൂടി തിന്നുന്നത് കാണാം. എങ്ങനെയാ അതിന് സാധിക്കുന്നത്? അതിന് നരകത്തിൽ ഒരു ട്രെയിനിങ് പ്ലേസ് ഉണ്ട്. മലഭോജനം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്. അവിടെ പോയിട്ട് അത് തിന്ന് പഠിക്കണം. തിന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിന്റെ പരിഭാഗം വന്നു. ഏതാണ്? അടുത്ത ശരീരം ഇരിക്കാനുള്ള പരിഭാഗത്തിനെ കുറിച്ചാണ് ഇവിടെ പൂന്താനം പറയുന്നത്. അങ്ങനെയാണ് അടുത്ത ശരീരത്തിൽ വന്നിട്ട് അത് ഓരോന്നിന്റെയും ഭക്ഷണം സ്വീകരിക്കുന്നത്. അപ്പൊ നരകത്തിൽ വെച്ച് എല്ലാ പാപങ്ങളും തീരുന്നില്ല. അടുത്ത ശരീരം കിട്ടാനുള്ള ഒരു ട്രെയിനിങ്ങും കൂടിയാണ് നരകത്തിൽ കിട്ടുന്നത്. അങ്ങനെ മനസ്സിന്റെ പരിഭാഗവും വന്നു ഓരോ ജീവിയായിട്ട് ജനിക്കും. പിന്നെ എന്താണ് പറയുന്നത്? ക്രമത്താലേ എന്നാണ് പൂന്താനം പറയുന്നത്. എന്താണ് ക്രമത്താലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ജീവശരീരത്തിൽ നിന്നും ഒരു ഭൂമിയിൽ ഒരു ജന്തുവിന്റെ ശരീരം, ജീവിയുടെ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്തടുത്ത ശരീരം കിട്ടും, ഉയർന്ന ശരീരം കിട്ടും. അതാണ് ക്രമത്താലേ എന്നതാണ്. അല്ലെ? ആദ്യം മരങ്ങളായിട്ട്, പിന്നെ കൂടുതൽ ഇഴഞ്ഞു നടക്കുന്ന ജീവികളായിട്ട്, പിന്നെ പറക്കുന്ന ജീവികളായിട്ട്, പിന്നെ നാൽക്കാലികളിൽ തന്നെ അവസാനം ഉയർന്ന നാൽക്കാലികളായിട്ട്, കുളമ്പുള്ള ജീവികളായിട്ട്, പശുവായിട്ട്, കുതിരയായിട്ട്, ആനയായിട്ട് ഒക്കെ ഉയർന്ന ജീവികളായിട്ട് വരും. അതിന്റെ ശേഷമാണ് മനുഷ്യ ശരീരം കിട്ടുന്നത്. അപ്പൊ അതിനൊരു ക്രമമുണ്ട്, ഒരു ബോധത്തിന്റെ ക്രമമുണ്ട്. ആ ക്രമത്തിലൂടെ കടന്നു പോകണം. ഇന്ന് നമ്മൾ എവല്യൂഷൻ എന്ന് പറയും, പരിണാമം എന്ന് പറയും. അല്ലെ? ആ പരിണാമത്തിലൂടെ ക്രമത്താലെ എന്ത് സംഭവിക്കും? പരിഭാഗവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു. ആ ക്രമത്തിലൂടെ അവസാനം നരജാതിയിലെത്തുന്നു. അപ്പൊ പൂന്താനം പറയുന്ന ഓരോ വാക്കും വളരെ ഡീപ് മീനിങ് ഉണ്ട്, അന്തരാർത്ഥം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ അങ്ങനെ ചൊല്ലിപ്പോകും, അല്ലെ? ക്രമത്താലെ എന്ന് പറഞ്ഞിട്ട്. പൂന്താനം കവിത ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാക്ക് ചേർത്തതല്ല, അതിന് ശരിയായിട്ടുള്ള ശാസ്ത്രത്തിൽ നിന്നുള്ള അർത്ഥമുണ്ട്. ക്രമത്താലെ നരജാതിയിൽ വന്നു പിറന്നിട്ടാം. അങ്ങനെ ആ പരിണാമത്തിലൂടെ ഒരു ജീവൻ നരജാതിയിൽ വന്നു പിറക്കും. അവസാനമാണ് ഒരു മനുഷ്യജന്മം വീണ്ടും ആ ജീവന്
കിട്ടുന്നത്. വന്നു പിറന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? സുഹൃതം ചെയ്ത് മേൽപോട്ട് പോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം. ആ മനുഷ്യ ശരീരത്തിൽ ആ വ്യക്തി സുഹൃതം ചെയ്യുകയാണ്. സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വികമായിട്ടുള്ള കർമ്മം, പുണ്യകർമ്മം. സാത്വിക കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം. ഇതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നത്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ എന്ന് പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, സാത്വിക കർമ്മം ചെയ്യുന്നവർക്ക് എങ്ങോട്ട് പോകാം? ഊർധ്വം, ഉയർന്ന ലോകത്തിലേക്ക് പോകാം. അതാണ് പൂന്താനമയുടെ പറയുന്നത് മേൽപോട്ട് പോയവർ എന്ന് പറയുന്നത്. ഭഗവാൻ അവിടെ ഊർധ്വം ഗച്ഛന്തി എന്ന് പറഞ്ഞു. പൂന്താനം എന്താണ് പറയുന്നത്? മേൽപോട്ട് പോയവർ, ഉയർന്ന സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകാം. സുഖിച്ചിടുന്നു സത്യലോകത്തോളം. അവർക്ക് എത്ര വരെ പോകാം? എത്ര വരെ പോകാം? സത്യലോകം വരെ പോകാം, ബ്രഹ്മലോകം വരെ പോകാം. ഈ വേദങ്ങളിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാലും ഏറ്റവും അവസാനം ബ്രഹ്മലോകത്ത് വരെ എത്തിച്ചേരാം എന്ന് ഭഗവാനും പറയുന്നു. ഏവം ത്രയീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാന ബന്ധേ. വേദങ്ങളിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ആ ബ്രഹ്മലോകം വരെ എത്തിച്ചേരാം എന്നാണ് വേദങ്ങളിൽ പറയുന്നത്. അതാണ് ഇവിടെ പൂന്താനം പറയുന്നത്. സത്യലോകത്തോളം അവർക്ക് പോയി അവസാനം ആ പുണ്യത്തിന്റെ ഏറ്റവും ഉയർന്ന പുണ്യം ചെയ്തിട്ടുള്ളവർക്ക് സത്യലോകം വരെ, ബ്രഹ്മലോകം വരെ എത്തിച്ചേരാൻ സാധിക്കും. സൽക്കർമ്മം കൊണ്ട് മേൽപോട്ട് പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കും. അവർക്ക് ആ പുണ്യം അനുഭവിക്കാം. അവിടെ പോയിട്ട് വേറെ കർമ്മമൊന്നും ചെയ്ത് കർമ്മം നിർമ്മിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവർക്ക് അവിടെ പോയിട്ട് സ്വർഗലോകത്തിൽ പോയിട്ട് അനുഭവിക്കാം. തേതം ഭുക്ത സ്വർഗലോകം വിശാലം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ആ വിശാലമായിട്ടുള്ള സ്വർഗലോകത്തിൽ അവർക്ക് ഭുക്ത, അവിടെയുള്ള ഭോഗങ്ങളൊക്കെ അനുഭവിക്കാം. അതാണ് പൂന്താനമയുടെ പറയുന്നത്. സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു എന്ന് പറയും. പുണ്യം തീരുന്നവരെ സുഹൃതങ്ങളും ഒക്കെ ഒടുങ്ങുമ്പോൾ, പുണ്യങ്ങളൊക്കെ തീരുന്ന സമയത്ത്, കാരണം അവിടെ പുതിയ പുണ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ എന്ത് പുണ്യമാണോ ചെയ്തത് അതാണ് അവിടെ അനുഭവിക്കുന്നത്. അപ്പോൾ അത് തീരും, അല്ലെ? ഓരോ ദിവസം കഴിയുന്തോറും പുണ്യം കുറഞ്ഞു വരും. നമ്മുടെ ക്യാഷ് ബാലൻസ് തീരുന്നത് പോലെ ആ പുണ്യം, സുഹൃതം ഒടുങ്ങും എന്നാണ് പറയുന്നത്. സുഹൃതങ്ങളൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവും എള്ളോളം ഇല്ലവർ. പിന്നെ അവർക്ക് പരിപാകമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തിക്ക് അവര് അർഹരല്ല. കാരണം എന്താണ്? മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മവും അവർ ചെയ്തിട്ടില്ല. അവരെന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? പുണ്യകർമ്മങ്ങളെ ചെയ്തിട്ടുള്ളൂ. പുണ്യകർമ്മങ്ങൾ ചെയ്തപ്പോ എങ്ങോട്ട് പോയി? സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിൽ പോയി അങ്ങനെ സുഖിച്ച് സമയം കഴിഞ്ഞ സമയത്ത് എന്തായി? അവരുടെ സുഹൃതമൊക്കെ തീർന്നുപോയി. സുഹൃതങ്ങളും ഒക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവും എള്ളോളമില്ലവർ. അവർക്ക് പരിപാകമില്ല. എന്തിനു പരിപാകമില്ല? മുക്തി നേടുന്നതിന് വേണ്ടി, ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള യോഗ്യത അവർക്കില്ല. മുക്തി നേടാനോ ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാനുള്ള യോഗ്യതയോ അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നു? പരിചോടങ്ങിരുന്നിട്ട് ഭൂമിയിൽ ജാതരാൻ, വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. ആ പക്വത നേടാൻ, ഭഗവാന്റെ സേവനത്തിൽ പക്വത നേടാൻ വേണ്ടി അവർക്ക് വീണ്ടും ഭൂമിയിലേക്ക് അവരെ പ്രാക്ടീസിന് വേണ്ടി അയക്കുമെന്നാണ് പറയുന്നത്. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്ന കാര്യമാണ് പൂന്താനം ഇവിടെ പറയുന്നത്. സുഹൃതങ്ങളൊക്കെ ഒടുങ്ങുമ്പോൾ പരിഭാഗവും എള്ളോളമില്ലവർ. അവർക്ക് മുക്തി നേടി പോകാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് അവര് പരിചോടെ അങ്ങിരുന്നിട്ട് ഭൂമിയിൽ ജാതരാൻ. ഭഗവാൻ പറയുന്നു മർത്യലോകം വിശന്തി. ആ മർത്യലോകം എന്ന് പറയുന്നത് ഭൂമി തന്നെയാണ്. ഈ ഭൂമിയിൽ വീണ്ടും ജനിക്കും. അതെങ്ങനെയാണ് ജനിക്കുന്നത്? ഈ ക്രമത്താലെയാണ്, നേരത്തെ പറഞ്ഞ ക്രമത്താലെ തന്നെയാണ് ഭൂമിയിലേക്ക് മനുഷ്യജന്മം കിട്ടി ജനിക്കുന്നത്. ഭൂമിയിൽ ജാതരായി എന്നേ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യ ശരീരം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെ? ഭൂമിയിൽ വരും. അത് ഏത് ശരീരവുമായിട്ടും
അവർക്ക് വരാം. ക്രമേണ വീണ്ടും അടുത്ത ഒരു എവല്യൂഷൻ, അടുത്ത സർക്കിൾ കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും മനുഷ്യ ശരീരം കിട്ടും. ഇനി ദുരിതം ചെയ്ത് ചത്തവർ, ഇനി പുണ്യം ചെയ്യാതെയാണ് ആളുകൾ മരിച്ചത്. പുണ്യം ചെയ്തവരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി പുണ്യം ചെയ്യാതെ പോയിട്ടുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ദുരിതം ചെയ്തു ചത്തവർ വന്നൊരാ ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. വീണ്ടും ദുരിതങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ വീണ്ടും നരകീയ ലോകങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകയെ മഹീസുരനാകും. ഇങ്ങനെ മാറി മാറി വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ മാറി മാറി എടുക്കേണ്ടി വരും. ഒരു ജീവൻ മാറി മാറി എടുക്കും. പുണ്യവും പാപവും അനുസരിച്ച് വ്യത്യസ്ത ശരീരങ്ങൾ എടുക്കും. അസത് യോനി ജന്മസു എന്ന ഗീതയിൽ ഭഗവാൻ പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകയെ മഹീസുരനാകുന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വന്ന ഒരു ജീവൻ ചിലപ്പോൾ ഈ ഭൂമിയിൽ വലിയ ഒരു വ്യക്തിയായിട്ട് മാറും. വലിയ വ്യക്തിപ്രഭാവമുള്ള യശസ്വിയായിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ദേവന്മാരൊക്കെ ഇവിടെ ഭൂമിയിൽ വന്ന് ജനിക്കുന്ന സമയത്ത് അവർക്ക് അതിന്റെ ഒരു പ്രഭാവം ഉണ്ടാകും അല്ലെ. നമ്മുടെ ഭീഷ്മദേവനൊക്കെ അങ്ങനെ ദേവലോകത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് അല്ലെ. അഷ്ടവസുക്കളിൽ ഒരു വസുവായിരുന്നു, ദ്യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വസുവായിരുന്നു ഭീഷ്മദേവൻ. അപ്പോൾ അങ്ങനെ സ്വർഗത്തിൽ നിന്ന് വന്ന് ജനിച്ചത് കൊണ്ട്, ഗംഗാദേവിയുടെ പുത്രനായി വന്ന് ജനിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെയും വലിയ മഹത്വം ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ വിതുരനും സ്വർഗീയ ഉയർന്ന ലോകത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അല്ലെ. യമരാജനായിരുന്നു വിതുരൻ. ഇങ്ങനെ ഒരുപാട് ദേവന്മാർ. അഭിമന്യു ചന്ദ്രന്റെ പുത്രനാണ്, ബുധനാണ് അഭിമന്യു. പാണ്ഡവന്മാരൊക്കെ ദേവന്മാരുടെ അംശങ്ങളാണ്. നമുക്കറിയാം, സൂര്യദേവന്റെ അംശൻ, ഇന്ദ്രന്റെ അംശൻ, അതേപോലെ വായുദേവന്റെ അംശം ഒക്കെ ആയിട്ടാണ് അവര് വന്നിട്ടുള്ളത്. അപ്പോൾ സുരലോകത്തിൽ നിന്ന്, ദേവലോകത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ മനുഷ്യ ശരീരം എടുക്കുന്നവരുണ്ട് എന്നാണ് പറയുന്നത്. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകയെ മഹീശ്വരനാകുന്നു. വലിയ വലിയ വ്യക്തികളായിട്ട് മനുഷ്യ ശരീരങ്ങളിൽ അവർ വരുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ഡാലകുലത്തിങ്കിൽ പിറക്കും. മോശം കർമ്മങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അധമമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അധമമായിട്ടുള്ള കുലത്തിൽ പോയിട്ട് ജനിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ജഗന്യ ഗുണവൃത്തിസ്ഥോ അതോ ഗച്ഛന്തി താമസ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നത്. ജഗന്യ ഗുണവൃത്തിസ്ഥോ അധോ ഗച്ഛന്തി താമസ. താഴ്ന്ന തരം കർമ്മ ചെയ്തവർ താഴ്ന്ന ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു എന്നവിടെ പറയുന്നു. അസുരന്മാർ സുരന്മാരായിടുന്നു. ശരീരമൊന്നും പെർമനന്റ് അല്ല, അതങ്ങനെ മാറി മാറി എടുക്കും. അസുരന്മാരുടെ ഇടയിൽ ജനിക്കുന്നവർ ചിലപ്പോൾ ദേവന്മാരുടെ സ്വഭാവം കാണിക്കാം അല്ലെ. അസുരന്മാർ സുരന്മാരാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രഹ്ലാദ മഹാരാജാവ് അസുരന്മാരുടെ കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ അദ്ദേഹം ദേവനെ പോലെ പെരുമാറി. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു. അസുരന്മാർ സുരന്മാരായിരുന്നു, അമരന്മാർ മരങ്ങളായിരുന്നു. അമരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവലോകത്തിലുള്ള ദേവന്മാരാണ്. അവര് ചിലപ്പോൾ മരങ്ങളായിട്ട്, മണിഗ്രീവനും നളകുബേരൻ അല്ലെ, കുബേരന്റെ മക്കളാണ്, ശ്രീരഞ്ജിനി മഹാരാജ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഉദാഹരണമാണ് ഇവിടെ പൂന്താനം പറയുന്നത്. അമരന്മാർ മരങ്ങളായിടുന്നു. ദേവലോകത്തു നിന്നുള്ളവര് ചിലപ്പോൾ മരങ്ങളായിട്ട് ഇവിടെ വരുന്നു. ഇങ്ങനെ മാറി മാറി പല ശരീരങ്ങളും എടുക്കുന്നു എന്നാണ് പറയുന്നത്. അജം ജത്തു ഗജമായി പിറക്കുന്നു, ഗജം ജത്തങ്ങജവുമായിരുന്നു, നരിജത്തു നരനായി പിറക്കുന്നു, നാരിജത്തുടനോരിയായി പോകുന്നു അല്ലെ. നരിജത്തു നരനായി പിറക്കുന്നു, നാരിജത്തുടൻ ഓരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തു കൃമിയായി പിറക്കും. ഈച്ചചത്തൊരു പൂച്ചയായിടുന്നു ഈശ്വരന്റെ വിലാസങ്ങൾ. അപ്പോൾ ഏത് ശരീരത്തിൽ നിന്നും വേറെ ഏത് ശരീരത്തിലും മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെ ഗുണസംഘം അനുസരിച്ചും ആ വ്യക്തിയുടെ കർമ്മം അനുസരിച്ചും ഏത് ശരീരം വേണമെങ്കിലും കിട്ടാം. മനുഷ്യ ശരീരത്തിൽ നിന്ന് ഏത് ശരീരത്തിലേക്കും മാറാൻ സാധ്യതയുണ്ട്. കീഴ്മേൽ ഇങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിൽ നിന്ന് അത്രേ നേടുന്നു കർമ്മങ്ങൾ. അതിന്റെയൊക്കെ അടിസ്ഥാനം എവിടുന്നാണ്? ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്നാണ് പൂന്താനം പറയുന്നത്. ഇത് തന്നെയാണ് ശാസ്ത്രത്തിലും പറയുന്നത്. മറ്റൊരു ലോകത്തിൽ നിന്നും നമ്മൾക്ക് കർമ്മം ഉണ്ടാക്കാൻ സാധിക്കും. മറ്റെല്ലാ ലോകത്തിലും, സ്വർഗീയ ലോകത്തിലും അതേപോലെ പാതാള ലോകങ്ങളിലും ഈ ഭൂമണ്ഡലത്തിൽ തന്നെ മറ്റു ദ്വീപുകളിലും
മറ്റു വർഷങ്ങളിൽ പോലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ ഫലങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പോയിട്ട് നമ്മൾ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് പൂന്താനം. അടുത്ത വരികളിൽ അത് എടുത്തു പറയുന്നു. സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിൽ നിന്ന് അത്രയും നേടുന്നു ജീവന്മാർ. ഒരു മനുഷ്യജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ജന്മങ്ങളിൽ അനുഭവിക്കാനുള്ള കർമ്മഫലമാണ് നമ്മൾ ഒരു മനുഷ്യജന്മത്തിൽ ഉണ്ടാക്കുന്നത് എന്നാണ് അല്ലെ. നമ്മൾ ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഇനി ഒരു ജന്മം കൊണ്ട് തീരുന്നതല്ല. എത്രയോ ജന്മത്തിലേക്കുള്ള കർമ്മങ്ങളാണ് ഒരു മനുഷ്യജന്മത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്നത്. സീമയില്ലാതോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളക്കാൻ പറ്റാത്ത അത്രയും പല കർമ്മങ്ങൾ ഭൂമിയിൽ നിന്ന് അത്രയും നേടുന്നു ജീവന്മാർ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങളിൽ ഓരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തൊരു കർമ്മങ്ങൾ തൻ ഫലം. അങ്ങനെ ചെയ്ത് ആ കർമ്മങ്ങളെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അന്യലോകങ്ങളിൽ, വേറെ ലോകങ്ങളിൽ, ഉയർന്ന ലോകങ്ങളിലോ താഴ്ന്ന ലോകങ്ങളിലോ ഒക്കെ പോയി ചെന്നിരുന്നു ഭുജിക്കുന്നു. അവിടെ നമ്മൾ കർമ്മം ഉണ്ടാക്കുകയല്ല, ഭുജിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾ ചെയ്തൊരു കർമ്മങ്ങൾ തൻ ഫലം. ഒടുങ്ങിയിടും അത് ഒട്ടുനാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെ. അത് കുറെ കാലം കഴിയും, വീണ്ടും തിരിച്ച് ഈ ഭൂമിയിലേക്ക് തന്നെ വരുന്നു. ഏതുപോലെയാണ്? തന്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോകുന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നു വിറ്റൂണെന്ന് പറയും കണക്കിന്. വിറ്റൂണെന്ന് എന്നാണ് പൂന്താനം പറയുന്നത്. ഭൂമിയിൽ നിന്ന് കർമ്മം ഉണ്ടാക്കുന്നു, മറ്റു ലോകങ്ങളിൽ പോയി അനുഭവിക്കുന്നു, വീണ്ടും തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ വരും. ഇത് വിറ്റൂണ് എന്നാണ് പൂന്താനം പറയുന്നത്. എന്താണ് വിറ്റൂണ് എന്ന് പറയുന്നത്? നമ്മൾക്ക് ഒരു പറമ്പുണ്ട്, ഒരു സ്ഥലം, ആ വസ്തു നമ്മൾ വിറ്റു. ആ വിറ്റപ്പോൾ നമ്മൾക്ക് ധാരാളം പണം കിട്ടി. പണം കിട്ടിയപ്പോൾ നമ്മൾ അത് ചെലവഴിക്കാൻ വേണ്ടി ഒരു വലിയ ടൂറിന് പോയി, അല്ലെ, ലോകം ചുറ്റി സഞ്ചരിക്കാൻ പോയി. അപ്പൊ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ധനം വീണ്ടും സമ്പാദിക്കുന്നില്ല, അവിടെ ധനം ചെലവഴിക്കുക മാത്രമേ ചെയ്യൂ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയി താമസിച്ചു, പല പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി, അങ്ങനെ കുറെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇങ്ങനെ നമ്മൾ ലോകം മുഴുവൻ കണ്ട് ആസ്വദിച്ച് കഴിയുന്നതിനിടയിൽ നമ്മുടെ പണമൊക്കെ തീർന്നു. പണം തീരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, നമ്മുടെ വീട്ടിലേക്ക് വരും, അല്ലെ. വീണ്ടും എന്തെങ്കിലും ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അടുത്ത വസ്തു വിറ്റിട്ട് നമ്മൾ പണം ഉണ്ടാക്കണം, വീണ്ടും കറങ്ങാൻ പോകാം. ഇതാണ് പൂന്താനം പറയുന്നത് വിറ്റൂൺ എന്ന് പറയും കണക്കിന്. ഭൂമിയിൽ നിന്നാണ് കർമ്മങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, മറ്റു ലോകങ്ങളിൽ പോയിട്ട് നമ്മൾ കർമ്മങ്ങളൊക്കെ തീർക്കുകയാണ് ചെയ്യുന്നത്, തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് നമ്മൾ വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ആ കർമ്മത്തിന്റെ ചക്രം എന്ന് പറയുന്നത്. ഭഗവാനും പറയുന്നുണ്ട്, എന്താണ്? ഗതാഗതം കാമകാമാലബന്ധേ എന്നാണ് ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്ക്. ഗതാഗതം, ഈ പൂന്താനം പറയുന്ന വിറ്റൂണ് എന്ന് പറയുന്നത് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ഗതാഗതം എന്നാണ്. ഗതം ആഗതം, അങ്ങോട്ട് പോകുന്നു തിരിച്ചിങ്ങോട്ട് വരും, അങ്ങോട്ട് പോവുകയും തിരിച്ചിങ്ങോട്ട് വരികയും. അതാണ് ആ ചക്രം എന്ന് പറയുന്നത്. ഇനി അടുത്ത വരികളിൽ പൂന്താനം പറയുന്നത് ഈ ഭൂമിയുടെ പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഭൂമിയുടെ പ്രത്യേകത, അതിന് എത്ര മഹത്വമുണ്ട്, എവിടെയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്, എവിടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്, അത് വലിയ മഹത്വമുള്ള സ്ഥലത്താണ് എന്ന് പൂന്താനം നമ്മൾക്ക് വിവരിച്ചു തരുന്നതാണ് അടുത്ത വരികള്. അതിപ്പം നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പൊ സമയം കഴിഞ്ഞിട്ടുണ്ട്, സമയം കുറച്ച് കൂടുതലായി, ദയവായി ക്ഷമിക്കണം. യെസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പറയാം. 2-3 മിനിറ്റ്